യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളെ പൂജേ, ഒന്ന് ഓടി വന്നേ. അമ്മേ അമ്മേ അമ്മേ, അയ്യോ അച്ഛമ്മേ, അയ്യോ എന്തു പറ്റിയമ്മേ? അച്ഛമ്മ വീണതാ, മോളൊന്ന് പിടിച്ചേ. അച്ഛമ്മേ പതുക്കെ പതുക്കെ എണീക്ക്. അച്ഛമ്മ പതുക്കെ. പിടിച്ചിട്ടുണ്ട്. അയ്യോ സൂക്ഷിച്ചു. അമ്മേ എന്ത് പറ്റിയതാ അമ്മേ? അച്ഛമ്മ, അമ്മേ അമ്മയ്ക്ക് വെള്ളം വേണോ? അമ്മേ അമ്മ ഇത് എന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറയമ്മേ. അമ്മേ മോളെ, ഇത് പ്രഷർ താന്നാണെന്ന് തോന്നുന്നു. അമ്മ ഞാൻ പോയി നാരങ്ങ വെള്ളം കൊണ്ടുവരാം. എന്താ എന്താ അമ്മേ? അമ്മയ്ക്ക് എന്താ വേണ്ടേ? അയ്യോ അവളിപ്പോ വരും. അമ്മയ്ക്ക് ചൂടെടുക്കുന്നുണ്ടോ? എന്താ അമ്മേ? എന്റെ അമ്മക്ക് ഇതെന്താ പറ്റിയേ? അമ്മ അമ്മ അയ്യോ അമ്മ കൊണ്ടുവാ, കൊടുക്ക. അച്ഛമ്മ ഇത് കുടിക്ക. അച്ഛമ്മ കുടിക്കേ. വേണ്ടെന്നോ? അങ്ങനൊന്നും പറഞ്ഞ പറ്റില്ല, കുടിച്ചേ പറ്റൂ. വലിയ പത്രാസ് കാണിക്കാതെ വാങ്ങി കുടിക്ക അച്ഛമ്മ. അച്ഛമ്മ പ്രഷർ താണു പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? ഇത് ഉപ്പിട്ട നാരങ്ങ വെള്ളം, വേഗം കുടിച്ചേ. പറയുന്ന കേക്ക് അച്ഛമ്മ. സിറിഞ്ചെടുത്ത് നിർബന്ധമായിട്ട് വായിലേക്ക് ഒഴിച്ചു തരാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. വേഗം എണീറ്റ് കുടിക്കാൻ നോക്കച്ചമ്മേ. എന്താ ചിരിക്കാൻ നിൽക്കാതെ കുടിക്കാനാ പറഞ്ഞേ. അമ്മ ഇതൊന്ന് പിടിച്ചേ. എനിക്ക് അതൊക്കെ തലേനെ എടുത്ത് വെക്കേ. തലേനെ എടുത്ത് വെച്ചേ. ചാര. ഇനി ഇതൊറ്റ വലി, ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കോളും. കുടിക്ക. എന്തെങ്കിലും പറ്റിയാലേ നഷ്ടം ഞങ്ങൾക്കാ. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് പുറത്തു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? എപ്പോഴും ചെറുപ്പാന്നല്ലേ വിചാരം. അച്ഛമ്മേ വന്നപ്പോ മുതൽ ചിരിക്കുന്നതാണല്ലോ. അച്ഛമ്മ ഈ ലോകത്തൊന്നും അല്ലേ. ഇത് വേഗം കുടിക്കാൻ നോക്ക്. ഇതൊന്ന് കുടിക്ക അച്ഛമ്മ, വേഗം. ഇത് പിടിച്ചേ, പിടിക്കേ. കുറച്ചുകൂടെ കുടിക്ക. ഇനി അച്ഛമ്മ കുറച്ചു നേരം കണ്ണടച്ച് കിടന്നു. രാവിലെ പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ മറന്നുല്ലേ, അതാ. അച്ഛമ്മ കിടക്ക. അമ്മേ
പറ്റിയേ? എന്തിനാ അമ്മ കരയുന്നേ? ഞാൻ ഇത്രയും കാലം പെരുമാറിയത് ശരിയായ രീതിയിലായിരുന്നില്ല അല്ലേ മാധുരി? എന്താ അമ്മ എങ്ങനെയൊക്കെ തോന്നുന്നേ? ഞാൻ പലതും ഓർത്തില്ല. അയ്യോ, ജീരി കിട്ടിയ കുതിരയെ പോലെ എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ കണ്ടു. അമ്മയ്ക്ക് എന്താ അമ്മ പറ്റിയേ? മക്കളെ പോലെ തന്നെ വേണം വന്നു കയറിയ മരുമക്കളെ കാണാൻ. പക്ഷെ ഞാനങ്ങനെ കണ്ടില്ല. അമ്മ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. പോരെ, നിന്റെ മരുമകളായി അവൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായില്ലല്ലോ ഈശ്വര. ഇപ്പൊ എന്റെ അമ്മ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അമ്മ വെയിലത്ത് പോയി തളർന്നാണോ വന്നേ? ക്ഷീണിച്ചിട്ടുണ്ട്. അമ്മ കുറച്ചു നേരം കിടക്കാൻ നോക്ക്. എന്താ അമ്മ ഇത്? വെറുതെ ഓരോന്ന് ചിന്തിക്കല്ലേ. വന്നേ, കിടക്കാൻ നോക്ക്. മോളെ, നീ ഭാഗ്യവതിയാ. അമ്മ, നിന്റെ മകന് കിട്ടിയത് ഐശ്വര്യമുള്ള കുട്ടിയാ. അവർക്ക് നല്ലതേ വരൂ. മതി, അമ്മ കിടന്നേ. പതുക്കെ. അമ്മ കിടന്നു. ആനന്ദേട്ടാ, എന്താടോ താൻ വലിയ സന്തോഷത്തിലാണല്ലോ? താൻ കാര്യം പറ. അതെ, അമ്മയ്ക്ക് എന്തോ വലിയ മാറ്റം വന്ന പോലെയാ. രാവിലെ തന്നെ പുറത്തേക്ക് പോയതായിരുന്നു. തിരികെ വന്നപ്പോ തീരെ സുഖമില്ലാതെ വന്നേ. വന്ന പാടെ തളർന്നങ്ങിരുന്നു. അയ്യോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനും പൂജയും കൂടി അകത്തു കൊണ്ടുപോയി കിടത്തി. അതാണോ താൻ ഇത്രയും സന്തോഷത്തോടെ വന്ന് പറഞ്ഞത്? ഞാനൊന്ന് പറയട്ടെ ആനന്ദേട്ടാ. എന്നെയും പൂജയും കുറെ നേരം വെറുതെ നോക്കിയിരുന്നു. എന്റെ കൈ പിടിച്ചു കുറെ കരഞ്ഞു. എന്തു പറ്റി അമ്മയ്ക്ക്? ഞാൻ നോക്കിയിട്ട് വരാം. ഓ, ടെൻഷൻ ആവാതെ. അമ്മ ഇപ്പൊ നല്ല ഉറക്കത്തിലാ. ഇപ്പൊ ചെന്ന് ഉണർത്തണ്ട. കുറച്ച് നാരങ്ങകളൊക്കെ കൊടുത്തു. മുമ്പത്തെ പോലെ എന്നോട് അമ്മ സ്നേഹത്തോടെ സംസാരിച്ചു. പൂജയെ പറ്റി കുറെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. പൂജയെ പറ്റിയോ? അതെ, അവളെ മനസ്സിലാക്കാൻ അമ്മ വൈകിപ്പോയിന്ന്. ഐശ്വര്യമുള്ള കുട്ടിയാ അവളെന്ന്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ ആനന്ദേട്ടാ. എന്നാലും ഒരു തവണയെങ്കിലും അമ്മ അവളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എനിക്കത് മതി. അമ്മയുടെ കാര്യമില്ലേ, ഉറക്കമുണർന്ന് എഴുന്നേക്കുമ്പോ വീണ്ടും പഴയ മട്ടിലാകാതിരുന്ന ഭാഗ്യം. ഇത്തവണ അമ്മ ഉള്ളി തട്ടി പറഞ്ഞത് തന്നെയാ. ആ, എന്നാ ഭാഗ്യം.